ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്ന് കേസ് വരുന്നുണ്ട്. ഇല്ല, കോടതി തന്നെ ശരിയായില്ല. കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടില്ല. ഭയങ്കര തിരിപിടിക്കണ്ട. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോടതിയിൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മാത്രമേ ആ കോടതിയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് പരമാവധി വരാൻ പോകുന്നത് ഒരു കോടതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇരട്ട സമയം വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യും. ആ സതീശൻ്റെ നിലപാടെന്താ പോലും ചോദിച്ചാ വെറുതെ ചോദ്യം ചെയ്യലല്ലോ, ആണ് എന്തോ സംശയമൊക്കെ കാര്യത്തിന് ഇല്ല. ഞങ്ങൾക്ക് നിലപാടെടുക്കേണ്ട സമയമായിട്ടില്ല. നിലപാടെടുക്കുമ്പോഴേ പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ കോടതി തന്നെ ആയിട്ടില്ല. എന്തിനു വേണ്ടേ കോടതിൻ്റെ മുമ്പ് പറയാവുന്നത് എന്താണ് എന്ന് പറയാൻ? അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. നിങ്ങളെന്തിനാണ് ഇത്ര സ്ഥിതി വിടുന്നത്? ഇന്നലെ നിങ്ങളെന്താണ് ചോദിച്ചത്? ഇന്നലത്തെ നിങ്ങളുടെ ചോദ്യം തന്നെയാണല്ലോ ഇത്. നിങ്ങൾ ഈ പത്രം മീഡിയ പണി ഈ വർഗീയത ഞാൻ എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷമുണ്ടല്ലോ, അതിങ്ങനെ കുത്തി കയറ്റി ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ മാധ്യമ ശൃംഖലയിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയങ്ങൾ ഞാൻ അവരോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മാധ്യമ മീഡിയ വണ്ണോട് ആണ് എങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഉടനെ ആവശ്യം ജനങ്ങളെ രണ്ട് ഭാഗമാക്കണം. ആ രണ്ട് ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയമായ പ്രചരണത്തിന് വേണ്ടി, ധ്രുവീകരണത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ളത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പത്രസമ്മേളനത്തിന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ എത്രയോ ഉദാഹരണം ഇതിപ്പോൾ ഈ ചോദ്യം തന്നെ ഉദാഹരണം പറയണ്ട. നിങ്ങൾക്ക് എന്തിനാ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഇന്നലെ കൃത്യമായ മറുപടി ഇന്നലെ ഞാൻ CPM നടപടി പറയേണ്ടപ്പം പറയുന്നു. അതിന് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ തിരക്ക് പിടിക്കേണ്ട കാര്യം? ഇപ്പോൾ കോടതിൻ്റെ മുമ്പിലല്ലേ കേസുള്ളത്? ഞങ്ങളുടെ നിലപാടല്ലല്ലോ, കോടതിൻ്റെ നിലപാടല്ലേ മുമ്പ് ഉണ്ടായത്. കോടതിയുടെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് നിലപാടാണ് CPM എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് CPM ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് ചൊറഞ്ഞ് ഇന്നലെ ചോദിച്ച ചോദ്യം അതേപോലെ തന്നെയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ചോദിക്കുന്നത് വർഗീയമായ നിലപാട് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മീഡിയ വണ്ണാകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആരായാലും ആര് ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറയും. ധ്രുവീകരണത്തിന് വേണ്ടി ആര് ചോദിച്ചാലും ആ ചോദ്യം ആ ധ്രുവീകരണത്തിലാണെന്ന് പറയും. പോരെ വികസന മുന്നേറ്റ യാത്രയുടെ വിളംബര ജാഥയാണോ എന്ന് സംശയമുണ്ട്. കാരണം UDF ഭരണകാലത്ത് കാളവണ്ടിയൊക്കെ മറന്ന് പിണറായി സർക്കാർ നടപ്പാക്കിയ ദേശീയപാതയിലൂടെ അഖിലേന്ത്യാ പണിമുടക്കിനെ പോലും അവഗണിച്ച് പായുകയാണ് സതീശൻ. ഇത് BJP ആരോപിക്കുന്നത് പോലെ LDF-ഉം UDF-ഉം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നാണ് ഒരു ചോദ്യം. അതേസമയം 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ വിമർശനാത്മകമായ ഒരു പേര് പോലും കണ്ടെത്താനാവാത്ത UDF അത്രയേറെ ശിഥിലമാണ് എന്ന വിലയിരുത്തലുകളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ മറുപടി പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു കോടതിൻ്റെ മുമ്പിലാണ് വരുന്നത്. അതിനുശേഷം ഞാൻ അത് സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് വിവരം കിട്ടി. അതായത് ചീഫ് ജസ്റ്റിസ് മാത്രമേ നേരത്തെ ഉള്ള ഭരണഘടനാ ബെഞ്ചിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോടതിയുടെ ഭാഗമാവാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഇന്നത്തെ അതാണല്ലോ ചോദിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും, ബെഞ്ച് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വേണോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കോടതി തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം സഭ നായനാർ പറയുന്ന പോലെയാണ്. അതിൻ്റെ പേര് കുന്നാംകുളത്താണ്. മനസ്സിലായോ? മീഡിയ ഫണ്ടിന് അതിൻ്റെ പേര് കുന്നാംകുളത്താണെന്നും പണ്ട് നായനാർ പറഞ്ഞിട്ടുണ്ട്. ആ കുന്നാംകുളം എന്താണെന്ന് മനസ്സിലാകാമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ എന്തിനാണ് ഇത്ര സ്ഥിതി പിടിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലപാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പം മുതിരുന്ന കാര്യം കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടാണ് ഇവിടെ എല്ലാ കാര്യവും ഗവൺമെൻറ് എടുക്കുക. പിന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം. ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായിക്കൊള്ളുന്നില്ലല്ലോ.
ഗവൺമെന്റിന് ചില ഗവൺമെന്റിന്റെ നിലപാടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വിഷയം കോടതിയിൽ വരുന്നൊരു പ്രതിസന്ധിയാണോ? ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി തോന്നിയിരിക്കുന്നു? നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞങ്ങൾക്കതിൻ്റെ അകത്ത് ഒരു പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് മീഡിയ വൺ ഉൾപ്പെടെ. അതുകൊണ്ടാണ് ഇങ്ങനെയായി പറഞ്ഞത് നേരത്തെ. യെസ്, ഇല്ല എന്നൊരു പാർട്ടിക്ക് അത് പണവരിക്ക് വെയിറ്റിങ്ങിൽ. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല മീഡിയ വണ്ണിന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടും അതേപോലെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുകയാണെന്നുള്ള തിരിധാരണയാണല്ലോ ഉള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പം ഹെഡിങ് ആകാൻ നിങ്ങൾക്ക് തോന്നിയേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ. എന്താ അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാനിത്. എന്നാൽ ഒന്നും കൂടി പറയാം. അതായത് CPIM എടുക്കുന്ന എല്ലാ കാര്യവും, ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ എടുക്കുന്ന മുഴുവൻ കാര്യവും അതേപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ ബൂർഷ്വാ സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭരണകൂട വ്യവസ്ഥയാണല്ലോ. ഭരണകൂടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെ ഭരണകൂടമാണ്. അതിൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് EMS ഫണ്ട് 57 തന്നെ പറഞ്ഞത്. ആ പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ഇടതുപക്ഷ നിലപാടുകൾ, രാഷ്ട്രീയമായ സമീപനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് എന്ന് കരുതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് EMS ആണ്. നേരെ മറിച്ച് അവസരങ്ങളുണ്ട്. അവസരങ്ങളെന്നാൽ ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുക. അതാണല്ലോ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി വന്ന് ജന്മിത്വം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഈ ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്നത്, അതൊക്കെ അവസരമാണ്. ഈ അവസരം ഉപയോഗിക്കുക, പരിമിതി എന്താണെന്ന് മനസ്സിലാക്കുക. ആ പരിമിതിയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ CPIM മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിക്കാൻ പാടില്ല. അതിനിപ്പോൾ വ്യക്തമായില്ലേ?